നമസ്കാരം. SIR-മായി ബന്ധപ്പെട്ട് എല്ലാം ഏകദേശം ഒതുങ്ങി വരികയായിരുന്നു. ഇന്നലെ വരെ, അതായത് ഇന്നലെ 17-ാം തീയതി വരെ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. സാധാരണഗതിയിൽ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, പിന്നീട് അത് തെറ്റിദ്ധരുത്താൻ വരും, ഇതിനിടയിൽ ഫോം 6 വരും, ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് കരുതി ഇരിക്കുകയായിരുന്നു. അതായത് ജനങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഞാനടക്കമുള്ള വലിയൊരു വിഭാഗം യൂട്യൂബേഴ്സ്, അതുപോലെ മറ്റ് ചില സന്നദ്ധ പ്രവർത്തകരൊക്കെ സഹായമായി മുന്നോട്ടും വന്നിരുന്നു. അങ്ങനെ പറയാൻ കാരണം, വലിയ ആശങ്ക ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് ഇത് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഒരു പരിധിവരെ ഞങ്ങൾക്കൊക്കെ സാധിച്ചു. എന്നാൽ ഇന്നലെ ഒരു ഉത്തരവ് പുറത്തിറങ്ങി. ആ ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. പ്രത്യേകിച്ച് BLOമാരെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവാണ് ഇന്നലെ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ ഉത്തരവ് സഹിക്കാൻ വയ്യാതെ, അതായത് ഈ പ്രഷർ സഹിക്കാൻ വയ്യാതെ, പിടുത്തം വിട്ട് നാട്ടുകാരെ തെറിയാക്കണം, പിന്നെ മേലുദ്യോഗസ്ഥന്മാരുടെ പ്രഷർ, ഇതെല്ലാം കൂടെ കണ്ട് സഹിക്കാൻ വയ്യാതെ ഒരാൾ ആത്മഹത്യ ചെയ്തു. നമ്മുടെ കേരളത്തിൽ, ഉത്തരേന്ത്യയിൽ ഒരുപാട് ആത്മഹത്യകൾ നടന്നു. ചിലത് മാത്രമാണ് വാർത്ത വരുന്നത്. ഇവിടെ നമ്മുടെ കേരളത്തിലും ആ വർക്ക് പ്രഷർ കൊണ്ട് ഒരു ആത്മഹത്യ നടന്നു. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ കാരണം, ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കുറെ ബെല്ലുകൾ ഫോൺ നിർത്താതെ അടിക്കുന്നത് കേട്ടുകൊണ്ടാണ് എടുക്കുന്നത്. എന്നെ പരിചയമുള്ള കുറെ BLOമാർ, നമുക്ക് വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്ന BLOമാർ, അവരുടെ ആശങ്ക അറിയിക്കുകയാണ്. ആ ആശങ്ക എടുത്ത് ഞാൻ ഗവൺമെന്റ് ഉത്തരവ്, അതായത് കളക്ടർ കൊടുത്തിട്ടുള്ള ഉത്തരവ് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത്, നമ്മുടെ കേരളത്തിൽ ഒരു 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിൽ വോട്ട് നഷ്ടപ്പെടും. അത് ഉറപ്പായി. അതിൽ തന്നെ ബഹുഭൂരിപക്ഷത്തിനും ദളിതിന്റെ, ഞാൻ ആ വാർത്ത ചെയ്യാം, പിന്നീട് ഞാൻ വിവരം പറയാം. അതിന് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷനോ സർക്കാരോ ആരാന്ന് വെച്ചാൽ അവർ മനഃപൂർവ്വം ഉണ്ടാക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, ഈ വോട്ടർ ലിസ്റ്റിൽ പേര് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള BLOമാർ, ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്, നമ്മുടെ വീടുകളിലേക്ക് എന്യൂമറേഷൻ ഫോമും കൊണ്ട് വരുന്നവർ, അവരെ സഹായിക്കേണ്ട BLAമാർ അനങ്ങുന്നില്ല. അങ്ങനെ കൂടെ ഉണ്ട്. BLAമാർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാർ, ബൂത്തിൽ ഇരിക്കുന്ന ഏജന്റുമാർ, ബൂത്ത് ലെവൽ ഏജന്റ്സ് എന്നാ പറയാം. അവരും സഹായിക്കുന്നില്ല. അവർ സഹായിക്കത്തിന് കാരണമുണ്ട്. ഞാൻ ആ റീസൺസ് ഒന്ന് പറയാം. പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ജീവൻ രക്ഷിക്കണം. അവരുടെ വർക്ക് പ്രഷർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കണം. കാര്യം നമുക്ക് വേണ്ടിയാണ് അവർ പണിയെടുക്കുന്നത്, പെടാപ്പാട് പെടുന്നത്. പക്ഷെ അവരുടെ ജീവൻ പോലും സുരക്ഷിതമല്ല എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോണത്. ഇന്നലെ 17-ാം തീയതി 17/11/2025 ഇറങ്ങിയ ഉത്തരവാണ്. എന്റെ കയ്യിലുള്ളത് മലപ്പുറം ജില്ലാ കളക്ടറുടെ ഉത്തരവാണ്. വിഷയം തെരഞ്ഞെടുപ്പ് വകുപ്പ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഇലക്ടറൽ റോളുകളുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം, SIR എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുന്നതും തിരികെ ലഭിക്കുന്ന ഫോമുകൾ BLO ആപ്പ് വഴി പ്രോസസ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ ഈ കാണുന്ന ഈ 3-4 പാർട്ട് ഉണ്ടല്ലോ, ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം, സ്വീകരണം, കളക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കേണ്ടത് 18/11/2025 മുതൽ 20/11/2025 വരെ. ഈ 18 എന്ന് പറഞ്ഞാൽ എന്റെ വീഡിയോ ചെയ്യുന്ന ഇന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് എന്താ പറഞ്ഞിരുന്നത്? ബന്ധപ്പെട്ട സർക്കാർ വകുപ്പായാലും ഇലക്ഷൻ വകുപ്പായാലും ഇത്രാം തീയതി മുതൽ 4-ാം തീയതി മുതൽ BLOമാർ നിങ്ങളുടെ വീടാന്തര കയറിയിറങ്ങി നിങ്ങൾക്ക് എന്യൂമറേഷൻ ഫോം തന്ന്, നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ കണ്ടെത്തി തന്ന്, അതൊക്കെ എന്യൂമറേഷൻ ഫോമിൽ ഫില്ല് ചെയ്ത് ചെയ്യാൻ സഹായിച്ച്, നിങ്ങളുടെ ഡാറ്റാസും എഴുതി നിങ്ങൾ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്ന് പറഞ്ഞിരുന്നു. അതായത് അതിന് വേണ്ടിയിട്ടാണ്, ഒരു സംശുദ്ധമായ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ നിങ്ങൾ BLOമാർ സഹായിക്കും. 4 തവണയോളം നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ഇറങ്ങി അവർ വേണ്ടത് ചെയ്തു തരുമെന്ന് പറഞ്ഞു. ഞാനൊക്കെ വാക്ക് വിശ്വസിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. അതൊക്കെ വിശ്വസിച്ചു. പക്ഷെ ഇന്നലെ ഇറങ്ങിയ ഉത്തരവ് നോക്ക്. 18/11/2025 എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം, സ്വീകരണം, കളക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കണം. അതായത് BLOമാർ നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരുന്ന കാര്യമല്ല ഇപ്പൊ പറയുന്നത്. നിങ്ങളെല്ലാവരും കൂടി, അതായത് ഒരു വാർഡിലെ മുഴുവൻ അംഗങ്ങളും അവരുടെ ജോലിയും കൂലിയും വേല എല്ലാം കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കളക്ഷൻ സെന്ററിൽ കൊണ്ടുവന്ന് കൊടുക്കണം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കണം. നടക്കുമോ? ഇന്ന് 18-ആണ്. ഒരു കളക്ഷൻ സെന്റർ സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 4 ദിവസം 3 ദിവസം മുമ്പ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോ ഇന്നലെ വൈകി ഉത്തരവിറക്കിയിട്ട് ഇന്ന് മുതൽ അത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ BLOമാർ എന്ത് ചെയ്യണം? അവരെന്തായാലും അമാനീയ ശക്തിയുള്ള എന്തെങ്കിലും ആണോ ഇവിടുത്തെ? ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബൈബിളിലൊക്കെ വായിച്ചിട്ടുണ്ട്. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ, ഓരോ ദിവസവും ഓരോന്ന് ഉണ്ടാകട്ടെ എന്നോ. അതിന് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ BLOമാർ എന്തെങ്കിലും ആണോ?
അല്ല, എനിക്ക് അറിയാൻ പറ്റുന്ന ചോദിക്കുകയാണ്. ഇത് ഇലക്ഷൻ കമ്മീഷനാണോ, ജില്ലാ കളക്ടറാണോ, സർക്കാരാണോ, ആരാണെങ്കിലും ഉത്തരവിടുന്നതെന്ന് അറിയില്ല. ആര് ഉത്തരവിട്ടാലും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. ചന്ദ്രനിൽ പോയിട്ട് നാളെ അവിടെ ഇരിക്കുന്ന കല്ലും കൊടുത്തുകൊണ്ട് വരണമെന്ന് പറയുന്ന പോലെയാണ്. തുമ്പിയെ കൊണ്ട് എന്താ പറയാ, കല്ലെടുപ്പിക്കുന്ന പോലെയാ. കല്ലെടുക്കാൻ കഴിയില്ല. നമുക്കറിയാം, വലിയ പാറക്കല്ലെടുക്കാൻ പറഞ്ഞെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. അത് 18/11/2025, അത് ഇന്ന് മുതൽ 20-നുള്ളിൽ ഇത്തരത്തിൽ കളക്ഷൻ സെന്ററുകളിലൂടെ ചെയ്യണം. അടുത്ത കോളം നോക്കുക. അന്യമർഷ ഫോമുകളുടെ സ്വീകരണം പൂർത്തിയാക്കി BLO ആപ്പ് വഴി ഡിസ്പ്ലേ ചെയ്യേണ്ട ദിവസം എത്രയെന്നറിയാം? 23 മുതൽ 26 ദിവസം വരെ 3 ദിവസം കൊണ്ട് ഈ ഫോമുകൾ ഏതാണ്ട് 1500 എണ്ണം ഉണ്ടാവും. ഈ 1500 എണ്ണം അവർ അപ്ലോഡ് ചെയ്ത് കൈകാര്യം ചെയ്ത് കഴിയണമെന്ന് പറഞ്ഞു. ഇത്രയും ചെയ്ത് കഴിയണമെന്നുണ്ടെങ്കിൽ അവർ വല്ല അമാനുഷിക ശക്തിയുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കണം. വല്ല ജിന്നോ മലക്കുകളോ എന്തെങ്കിലുമൊക്കെ അവർക്ക് സഹായത്തിന് വേണം. അല്ലെങ്കിൽ വല്ല കുട്ടിച്ചാത്തൻ സേവയൊക്കെ വേണ്ടി വരും ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ മൂന്നാമത്തത്, ആബ്സെന്റ്, ഷിഫ്റ്റ്, ഡെത്ത് എന്നിവയുടെ വിവരം പ്രത്യേകം തയ്യാറാക്കി BLO BLAമാരുടെ യോഗം നടത്തേണ്ടതാണ് എന്ന് പറഞ്ഞാൽ BLA എന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഏജന്റുമാർ, രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്തിൽ ഇരിക്കുന്ന ആൾക്കാർ. ഞാനത് വിശദീകരിച്ചു തരാം. ഇത് 2026 മുതൽ 28 വരെ, 26, 27, 28 3 ദിവസം. ഈ 26 അന്യമർഷ ഫോമുകളുടെ സ്വീകരണം പൂർത്തിയാക്കി ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ആപ്പിലേക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ കൊടുത്തിട്ടുള്ള അവസാന ദിവസം 26. അപ്പോൾ അത് 1500ഓളം പേരുടെ ഡാറ്റ കയറ്റേണ്ടി വരും ഒരു വാർഡിൽ മിനിമം. അത്രയും കയറ്റിക്കൊണ്ടിരിക്കുന്ന ആ BLO ഇപ്പുറത്ത് അതേ ദിവസം തന്നെ ഈ മരിച്ചുപോയവരുടെ മറ്റുള്ളവരുടെ അവരവരുടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. അതെങ്ങനെ സാധിക്കും? നിങ്ങളോട് പറയാണ്, നിങ്ങൾ അടുത്ത PDO പോയിട്ട് റേഷൻ വാങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞ് സഞ്ജീവ് തന്ന റേഷൻ കാർഡിൽ നിന്ന് നിങ്ങൾ വിടുകയാണ്. അതേ സമയത്ത് തന്നെ നിങ്ങളോട് പറയാണ് മറ്റടുത്ത് പോയി കണ്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന്. നിങ്ങൾ ഒരു മനുഷ്യനല്ലേ, ഒരു വശത്തേക്കല്ലേ പോകാൻ പറ്റൂ? രണ്ടായിട്ട് കീറി 2 വശത്തേക്ക് പോകാൻ പറ്റുമോ? ഈ ഉത്തരവിടുന്നവരൊക്കെ അതൊന്ന് ചിന്തിക്കണ്ടേ? നോക്കൂ, ഇവിടെ ഇതെല്ലാം ഈ പറഞ്ഞ ഡാറ്റാസ് എല്ലാം കൂടെ സെറ്റ് ആക്കാൻ നിൽക്കുമോ അതോ ഇത് അപ്പ് ചെയ്യാൻ നിൽക്കുമോ? 3 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിയണം. എന്നിട്ട് ഈ ലിസ്റ്റ് മാറ്റി കൊടുക്കണമെന്ന് പറയുന്നത്. പിന്നെ നാലാമത്തത് വീണ്ടും ഉണ്ട്, BLO BLAമാരുടെ യോഗത്തിൽ അംഗീകരിച്ച ആബ്സെന്റ്, ഷിഫ്റ്റ്, ഡെത്ത് എന്നിവയുടെ ഉൾപ്പെടുന്ന ലിസ്റ്റ് EROയ്ക്ക് സമർപ്പിക്കേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ 29-നകം എന്ന് പറഞ്ഞാൽ ഇത് 18ആണ്. ഇന്ന് 18. ഇന്ന് മുതൽ കളക്ഷൻ സെന്റർ വേണം. പിന്നെ ഇതിന്റെ മുഴുവൻ ചർച്ച വേണം. പിന്നെ ഇത് 3 ദിവസം കൊണ്ട് ഈ 1500 പേരുടെ ലിസ്റ്റ് കയറ്റണം. പിന്നെ BLA BLOമാർ ഈ താമസം മാറിയവരുടെ മരിച്ചവരുടെയൊക്കെ ലിസ്റ്റ് വേർതിരിക്കണം. പിന്നെ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് 29-ാം ERO ഏൽപ്പിക്കാൻ വേണം. ഇത് സാധ്യമല്ല. ഇത് കേരളത്തിലെ BLOമാരെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇറക്കിയ ഉത്തരവാണെന്ന് ഇത് കാണുന്ന ആർക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ മനസ്സിലാവുള്ളൂ. അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഇത് ഞാൻ ആ 4 ഉത്തരവ് നിങ്ങളെടുത്ത് കാണിച്ചു തന്നാണ്. ബാക്കി കൂടെ ഞാൻ പറഞ്ഞുതരാം. അതില് 3-ാമത്തെ പാർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 2-ാമത്തെ പാർട്ട് ഇങ്ങനെയാണ്: എന്യൂമറേഷൻ ഫോമുകൾ തിരികെ സ്വീകരിക്കുന്നതിന് BLAയുടെ സഹായം തേടാവുന്നതാണ്. ഒരു BLAക്ക് ഒരു ദിവസം 50 ഫോമുകൾ വരെ BLOക്ക് ശേഖരിച്ച് നൽകാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ഫോം കൊണ്ടു തന്ന ഉദ്യോഗസ്ഥനുണ്ടല്ലോ, ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചവർ, അവരാണ് BLOമാർ. നമ്മൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ ബെഞ്ചിട്ട് പടിയിട്ട് നിരന്നിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവില്ല അതിന്റെ ഉള്ളില്, അവരാണ് ബൂത്ത് ലെവൽ ഏജന്റുമാർ, രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ. ആ രാഷ്ട്രീയ പാർട്ടി ആൾക്കാർക്ക് ഈ BLOമാർ ചെയ്യുന്ന പണി, ഇവർ കൊണ്ട് ഫോം കൊണ്ടൊന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് കറക്റ്റ് ഫില്ല് ചെയ്ത് ശരിയാക്കി ഒക്കെ ശരിയാണെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് അത് കളക്ട് ചെയ്ത് ഒരു ദിവസം 50 ഫോം വരെ ആർക്ക് കൊടുക്കാം? ഈ പറയുന്ന BLAമാർക്ക് കൊടുക്കാം. BLOമാർക്ക് കൊടുക്കാം. അങ്ങനെ ഈ കൊടുക്കുന്നതിന് ഇനി അടുത്ത പാർട്ടാണ് അതിന്റെ വിഷയം. ഇങ്ങനെ BLA ശേഖരിച്ച് നൽകുന്ന എന്യൂമറേഷൻ ഫോമുകളോടൊപ്പം അപേക്ഷാ ഫോമുകളുടെ വിശദാംശങ്ങൾ നേരിട്ട് പരിശോധിച്ചുവെന്നും അവ ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഉറപ്പു നൽകിക്കൊണ്ടുള്ള സാക്ഷ്യപത്രം, എന്യൂമറേഷൻ ഫോമുകളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ലിസ്റ്റ്, വോട്ടറുടെ പേര്, ആകെ എണ്ണം തുടങ്ങിയ വിവരങ്ങൾ കൂടി വാങ്ങേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ 50 പേരുടെ ലിസ്റ്റ് മിനിമം എന്ന് പറഞ്ഞില്ല, അല്ല പരമാവധി എന്ന് പറഞ്ഞല്ലോ, ഈ 50 വോട്ടർമാരുടെ പേരും ഈ BLAമാർ, ബൂത്ത് ലെവൽ ഏജന്റുമാർ പരിശോധിച്ച് കൊടുക്കുമ്പോൾ അതെല്ലാം ശരിയാണ് എന്ന്, മുഴുവൻ കാര്യങ്ങളും ഈ വോട്ടർമാർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും പരിശോധിച്ച കാര്യങ്ങളും എല്ലാം 100% ശരിയാണെന്ന് ആര് സർട്ടിഫൈ ചെയ്യണം? ഈ പറയുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാർ സർട്ടിഫൈ ചെയ്തിട്ട് അതും കൂടി വാങ്ങിയിട്ട് BLOമാർക്ക് കൊടുക്കണം. ഇവിടെ ഒരു വലിയൊരു അപകടമുണ്ട്, പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇത് പറയുന്നത് സത്യമാണോ ഇല്ലയെന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതാ? BLOമാരുടേതാണ്. അതായത് BLAമാർ എഴുതിയതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം കൂടി BLOമാർ പറയേണ്ട ഗതികേടാണ്.
ചുമ്മാതല്ല ഒരാൾ മരണപ്പെട്ടത്, ആത്മഹത്യ ചെയ്തത്. ഇനിയും ആത്മഹത്യ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ പോണത്. അതുകൊണ്ട് അത്ര ഗുരുതരമായി ഈ വിഷയം സംസാരിക്കാമെന്ന് കരുതുന്നത്. അത്തരത്തിൽ കുറെ ഉണ്ട്. ഏതാണ്ട് 12, 18 കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പകർപ്പ് എല്ലാ അഡീഷണൽ AEROമാർക്ക്, പിന്നെ BLOമാർക്ക്, സൂപ്പർവൈസർമാർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. AER മുഖാന്തരം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് ഇന്നലെ മലപ്പുറം ജില്ലാ കളക്ടർ ഇറക്കിയിട്ടുള്ള ഉത്തരവാണ് എന്റെ കയ്യിലുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തതാണ്. BLOമാർ ഇന്ന് രാവിലെ മുതൽ സമ്മർദ്ദത്തിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. മറ്റു ജില്ലകളിൽ ഇന്നേ ദിവസം തന്നെ ഈ സർക്കുലർ കൊടുത്തിട്ടുണ്ടാവും, ഈ ഉത്തരവ് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മലപ്പുറം ജില്ല ആയതുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ് എന്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ ഇത് നടപ്പിലാക്കാൻ കഴിയാത്തതാണ്. ഒരിക്കലും ഒരു മനുഷ്യനും അവന്റെ പ്രാഥമിക കർമ്മങ്ങൾ നടത്താനോ, അവന് പല്ല് തേക്കാനോ, ചായ കുടിക്കാനോ, എന്തിനവന്റെ കുട്ടികളെ കൂടെ കാര്യങ്ങൾ നോക്കാനോ, പെണ്ണുമ്പിളോടെ കിടക്കാനോ പോലും പറ്റാത്ത വിധത്തിൽ, ഉറങ്ങാത്ത വിധത്തിൽ, ഏതൊക്കെ വിധത്തിൽ കിടന്ന് കളിച്ചു കഴിഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള പ്രഷർ അങ്ങോട്ട് കൊടുക്കുകയാണ്. പെരും പ്രഷറാണ് കൊടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ ഇത് അംഗീകരിക്കാൻ പറ്റും? ജനം പ്രതികരിക്കണം, ആരും മിണ്ടാതിരിക്കരുത്. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഈ വോട്ടർമാരെ നമ്മുടെ ഈ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ BLOമാർ പണിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുഴുവൻ സപ്പോർട്ടും BLOമാർക്ക് കൊടുക്കണം. പരമാവധി വീഡിയോ പ്രചരിപ്പിക്കണം. പരമാവധി പ്രതികരിച്ചുകൊണ്ട്, പറ്റുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമരമുറകളോ മറ്റു കാര്യങ്ങളോ അക്രമരഹിതമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെയും സർക്കാരിന്റെയും കളക്ടറുടെയും ഒക്കെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി വേണ്ടത് ചെയ്യണം. ഇല്ലെങ്കിൽ ഒരുപാട് സഹോദരങ്ങളെ നമുക്ക് നഷ്ടപ്പെടും. അത് മാത്രമല്ല, നമ്മളിൽ ബഹുഭൂരിപക്ഷത്തിനും വോട്ട് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതെങ്ങനെയെന്നുള്ളത് വരും വീഡിയോകൾ പറയും. ഈ വീഡിയോ തന്നെ നീളം കൂടിപ്പോയി, ഞാനത് വളരെ വിശദമായിട്ട് പറയാം. നമ്മളിൽ വലിയൊരു ഭാഗത്തിന് വോട്ട് നഷ്ടപ്പെടും എന്ന കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ സീരിയസ് ആയി തന്നെ ഈ മാറ്റം നിങ്ങൾ എടുക്കണം. Different angles. Don't forget to subscribe and support this channel.